ഇത് ജാതി മതം ഫോളോ ചെയ്യുന്നവർക്ക് ഉള്ള സ്ഥലമല്ല എന്ന് പറഞ്ഞതിനാണ് ഇതുപോലെ ഭീഷണി നമ്മളുടെ കൂട്ടായ്മയ്ക്ക് നേരെ ആളുകൾ മുഴക്കുന്നത്. ഇത് കൊണ്ടുപോയിട്ട് അങ്ങ് ദൂരെ ഒന്ന് എത്തിക്കാൻ നോക്കിയൊന്നും വേണ്ട. എനക്കിനൊന്നും സംസാരിക്കാനില്ല, കേട്ടല്ലോ. എനക്ക് പറയാനില്ലെന്ന് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ബാക്കി ഞാൻ ചെയ്യുന്നുണ്ടോ, എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി ബാക്കി കാര്യം. ഓക്കെ, ബാക്കിയെല്ലാം എന്ത് പറയണ്ടേ, നിങ്ങൾ വിശ്വാസമില്ലാതെ ദൈവമില്ലേ ദൈവത്തിൻ്റെ കയ്യിൽ. ഓക്കെ, ഇതിവിടെ ഇടുന്നത് ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല. ഇതിനു മുമ്പും ഒരുപാട് ആളുകൾ നമ്മളുടെ ഈ കൂട്ടായ്മയെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ പേജിൻ്റെ റീച്ചിനെയും കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. നമ്മളുടെ ഓരോ ഇടങ്ങളിലും കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത് ജാതി മതം ഫോളോ ചെയ്യുന്നവർക്കുള്ള സ്പേസ് അല്ല. ഇത് ജാതി മതം ഫോളോ ചെയ്യാത്ത ആളുകൾക്ക് പങ്കാളികളെ കണ്ടെത്താനുള്ള ഒരു ഇടമാണ്. നമ്മളുടെ സ്റ്റാഫ് നമ്മളൊരു പെൺകുട്ടീനെ വെച്ചിട്ടുണ്ട്. അവരോടാണ് ഈ വെല്ലുവിളി മൊത്തം നടത്തിയത്. ഓക്കെ, അവർക്കറിയില്ല അത് പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്നറിയില്ല. പക്ഷേ അവർ ഇയാളോട് വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത്. അവരോട് ചോദിക്കുന്നുണ്ട്, അതായത് നിങ്ങളൊരു മറ്റ് മാട്രിമോണികളിൽ മീൻസ് ഒരു മുസ്ലിം മാട്രിമോണിയിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അവർ സമ്മതിക്കുമോ? ഇല്ല. അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങൾക്കും അവർ അതിൻ്റേതായിട്ടുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. അത് ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് കാര്യം. അതല്ലാതെ അവരുടെ നിന്ന് പണം വാങ്ങുകയോ അവരുടെ സർവീസ് നിഷേധിക്കുകയോ അതല്ലെങ്കിൽ ദൈവത്തെ വെല്ലുവിളിക്കുകയോ, ദൈവമുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ മറ്റുള്ള ചർച്ചകളാണ്. ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു കൂട്ടായ്മ രൂപീകരിച്ചത്. പക്ഷേ നമ്മൾ ആളെ വെല്ലുവിളിക്കാനോ ഒന്നും പോയിട്ടില്ല. നമ്മളുടെ കൂട്ടായ്മ ഒരിക്കലും ഇങ്ങോട്ട് വരുന്ന ആളുകളെ വെല്ലുവിളിക്കുകയോ ഒന്നും നമ്മൾ ചെയ്യാറില്ല. നമ്മളുടെ ഈ കൂട്ടായ്മയുടെ സ്വഭാവം അനുസരിച്ച് അവരെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിന് ഇത്തരം വെല്ലുവിളികൾ പറയാം. നമ്മളുടെ കൂട്ടായ്മയെ മോശമായിട്ട് ചിത്രീകരിക്കും, അപ്പോൾ പഠിക്കും, പ്രവാസി ആരാണെന്ന് കാണിച്ചു തരാം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ വ്യക്തി പറഞ്ഞത്. അതല്ലാതെ ഒരുപാട് വെല്ലുവിളികൾ മുമ്പുണ്ടായിട്ടുണ്ട്. മുമ്പ് ഇതുപോലെ ഒരു വ്യക്തി, എനിക്ക് പേരൊന്നും പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല, പക്ഷേ നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഇടുന്ന പ്രൊഫൈലുകൾ അയച്ചു തരുന്ന വ്യക്തികളുടെ പരിപൂർണ സമ്മതത്തോടു കൂടിയിട്ടാണ് നമുക്ക് അയച്ചു തരുന്നത്. നമ്മളത് വീണ്ടും വീണ്ടും ഷെയർ ചെയ്യാറുണ്ട്. കാരണം അത് കൂടുതൽ ആളുകളിലേക്ക് എത്താനും സമാന മനസ്കരായിട്ടുള്ള ആളുകളെ അവർക്ക് കണ്ടെത്താനും വേണ്ടിയിട്ടാണ്. ഒരുപാട് എൻക്വയറീസ് വരുന്ന പ്രൊഫൈലുകളൊന്നും നമ്മൾ പെട്ടെന്ന് ഷെയർ ചെയ്യാറില്ല, അവർക്ക് ബുദ്ധിമുട്ട് വരരുത് എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ വിരലിലെണ്ണാവുന്ന എൻക്വയറി വരുന്ന പോസ്റ്റുകൾ നമ്മൾ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഇടാറുണ്ട്. അത് നമ്മളൊരു രീതിയാണ്. അങ്ങനെ നമ്മൾ ഒരു പോസ്റ്റ് ഇട്ടതിനെ നിങ്ങൾ തട്ടിപ്പാണ്, നിങ്ങൾ ആൾക്കാരെ പറ്റിക്കുകയാണ്, വീണ്ടും പോസ്റ്റ് കണ്ട് വരുന്നവരുടെ നിന്ന് കാശ് വാങ്ങാനുള്ള പരിപാടിയാണ്. നമ്മൾ ഒരു വട്ടം ഒരാൾ നമ്പർ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും അതേ നമ്പർ ആ വ്യക്തി അറിയാതെ വന്ന് ചോദിച്ചാൽ അവരോട് പറയാറുണ്ട്, ഇത് നിങ്ങൾ ഓൾറെഡി എടുത്ത നമ്പറാണെന്ന്. അത് ഇവിടെ നിന്ന് എടുക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അതിനെപ്പറ്റി അറിയാം. നമുക്ക് ആരും പറ്റിക്കാനൊന്നും നമുക്ക് ഉദ്ദേശമില്ല. പിന്നെ ഈ കൂട്ടായ്മ പരമാവധി ആളുകളിൽ എത്തണം എന്നുള്ളൊരു കാര്യമുണ്ട്. അടുത്തൊരു കാര്യം, ഇത് നടത്തി കൊണ്ടുപോകാനുള്ള വരുമാനം നമുക്ക് വേണം എന്നുള്ളതും അടുത്തൊരു കാര്യമാണ്. ഇതിൻ്റെയൊക്കെ ഉള്ളിൽ നിന്നുകൊണ്ട് ആളുകളെ ചൂഷണം ചെയ്യാതെ വളരെ മാന്യമായിട്ടാണ് നമ്മൾ ഈ മാട്രിമോണി നടത്തിക്കൊണ്ട് പോകുന്നത്. നമ്മൾ 2ാം വട്ടോ 3ാം വട്ടോ ഒക്കെ പോസ്റ്റ് ഇട്ടെന്ന് വരും. അതൊക്കെ നമ്മളുടെ കൺവീനിയൻസ് ആണ്. അതിന് നമ്മൾ തട്ടിപ്പാണ് അതാണ് ഇതാണ് എന്ന് പറയുക, നമ്മളുടെ കൂട്ടായ്മയെ തകർക്കുമെന്ന് പറയുക. ആ വ്യക്തി, എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിക്ക് ഫോൺ വിളിച്ച് പറഞ്ഞു, അതായത് ഇത് തട്ടിപ്പാണ്, കുറേ കാലമായിട്ട് ഇവൻ തട്ടിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ വ്യക്തി നമ്മളെ വിളിച്ചു, ഞാൻ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു, ഇതാണ് സംഭവം ഉണ്ടായത് എന്ന് നമ്മൾ പറഞ്ഞു, നമ്മൾ അവരെ അറിയിച്ചു. ഞാൻ അന്നൊന്നും അതിനെ പറ്റിയിട്ടൊന്നും പ്രതികരിച്ചില്ല. പക്ഷേ ഞാനിപ്പോൾ പ്രതികരിക്കുന്നത് ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടല്ല. നമുക്ക് നിരന്തരം ഇതുപോലെ ഒരുപാട് ഭീഷണികൾ ഈ കൂട്ടായ്മയെ തകർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ വന്ന ഒരു കാര്യത്തിന് പ്രതികരിക്കുമ്പോൾ മുന്നത്തെ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു എന്ന് മാത്രം. നമുക്ക് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് ഉള്ള ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ജീവന വരെ ഭീഷണിയാവുന്ന തരത്തിലുള്ള ത്രട്ടനിങ്ങൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പല ആളുകൾ വഴി അറിഞ്ഞിട്ടുള്ളതാണ്.
എന്നെ നേരിട്ട് ഫോൺ വിളിച്ചിട്ടൊന്നും ആരും കൊല്ലൊന്നും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ വിശ്വസനീയമായിട്ടുള്ള പല ഇടങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള അറിവുകളാണ് നമ്മളുടെ ജീവന് വരെ ഭീഷണിയാവുന്ന തരത്തിലുള്ള വെല്ലുവിളികളൊക്കെ ഉണ്ടാവുന്നുണ്ട് ഈ ഒരു കൂട്ടായ്മയിൽ. ഇത് എന്താ പറയുക, ഒരു റോസാപ്പൂ പറിക്കുന്ന പോലെ ആഘാതത്തിലല്ല ഞാനിത് നടത്തി കൊണ്ടുപോകണമെന്ന് ഇത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇത്തരം ഒരു കൂട്ടായ്മ നടത്തിക്കൊണ്ട് പോകുന്നത്. അല്ലാതെ മറ്റു മാട്രിമോണിക്കാരൊക്കെ സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഫോട്ടോ ഇട്ട് ആളുകളിൽ നിന്ന് ഫീസ് വാങ്ങിയാൽ മാത്രം മതി അവർക്ക്. നമുക്ക് അങ്ങനെയല്ല. നമ്മുടെ മനസ്സമാധാനവും മെൻ്റൽ പീസും എല്ലാം കളഞ്ഞിട്ടാണ് ഞാൻ ഈ കൂട്ടായ്മ നടത്തിക്കൊണ്ട് പോകുന്നത്. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ കൂട്ടായ്മയെ തകർക്കാതിരിക്കാനെങ്കിലും ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.